ഹലോ, എവിടെയാണ്? അതാ നീ പറഞ്ഞ സ്ഥലത്തൊന്നും ഇവിടെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് നിന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇവിടെ വരെ വരായി എന്തുണ്ടായി? എന്നെ വിളിച്ചു പറഞ്ഞു ഈ വെയിലത്ത് എവിടെ പോണെന്ന് പറഞ്ഞാൽ ചുറ്റുപൊള്ളുന്ന വെയിലടെ സഹിക്കാൻ പറ്റില്ല. റോട്ടെ വണ്ടി ഓടിക്കാൻ പോലും പറ്റില്ല. പണിയൊന്നുമില്ലേ? പണിക്ക് എങ്ങനെ പോകും? കൊള്ളാം. നമ്മൾ ഒന്നാമത് പ്രായങ്ങളായി പണിക്കൊക്കെ ഇറങ്ങി അപ്പോഴും വീണ് മരിക്കും. അത്രത്തോളം ചൂടല്ലേ? ഓ മക്കളെ, നീ അവനൊന്ന് വിളിച്ചു നോക്കടാ. ഇല്ല, നമ്മൾ ഈ വെയിലത്തെ നിന്ന് എനിക്കാണെങ്കിൽ വേർപ്പിന്റെ അസുഖമുള്ളതാണ്. അവൻ ഇത് എവിടെ പോയി കിടക്കണത്? അവൻ നമ്മുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് വിളിച്ചോ കേട്ടോ. നീ എവിടെ ഇരിക്കണേ? വന്നുകൊണ്ടിരിക്കണ ഇപ്പൊ എത്തും. നീ എങ്ങനെ പറഞ്ഞ? കൊള്ളാം, നടന്നാണ് പറഞ്ഞ വെയിലത്ത്. അപ്പൊ അവ ഇവിടെ വരുമ്പോ നമ്മൾ ഇവിടെ തന്നെ തല ഇറങ്ങി വീഴും. ചിലപ്പോ നമ്മളെ ഫ്രാങ്കാക്കാനോ വല്ല വെയിലത്ത് ഇരുത്തിക്കണായിരിക്കും. അവനൊന്ന് കൊടുക്കണം കേട്ടാ. നീ എവിടെയായിരുന്നു? ഞാൻ വരണ്ടേ, ഞാൻ നടന്നാണ് പറഞ്ഞത്. ചെരുപ്പ് എവിടെ? മടിക്ക് പോയിട്ട് പേര് പിന്നെ ചെരുപ്പിടാതെ നടന്നു വന്നു. ചെരുപ്പിടാതെയാണോ നീ അവിടെ നിന്ന് ഇത്ര ദൂരം വരെ വന്നത്? ഈ ചൂടത്ത് ഈ റോഡിലൂടെ ഈ വെയിലത്ത് നടന്നു വരുമ്പോ ഒരു സുഖം ഉണ്ടടിയ. അതൊന്നും നിനക്ക് ഈ ചെരുപ്പിട്ടലൊന്നും കിട്ടൂല. അവൻ തീയിൽ കുരുത്താടാ, അവൻ വെയിലത്ത് പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാണാൻ പറയല്ലേ തീയിൽ കണ്ടാൽ തന്നെ അറിയാം. ഇവൻ അതിന് കവടിക്ക് ഉണ്ടാക്കണം. നീ എവിടെ പോണെന്ന് പറയണ? ബീച്ചില് ബീച്ചിലാണ് പോകുന്നത്. ബീച്ചില്ല? ഓ ബീച്ചിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഈ വെയിലത്ത് ബീച്ചിൽ പോയാൽ ഒടുക്കം കരുവാടാക്കി വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പോണെങ്കിൽ പോയി. നിങ്ങൾ എന്തിനാ പറയണത്? അണ്ണാ ഈ വെയിൽ എന്ത് അടിപൊളിയാണ്. വെയിലുണ്ട്, നമുക്ക് നടന്നു പോകണ. 10 കിലോമീറ്റർ വല്ലതും ഉണ്ടോ? നീ എവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അണ്ണാ 10 കിലോമീറ്റർ ഉള്ളൂ. വാങ്ങ, നീ എവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വരാം. നിങ്ങൾ വന്നോളൂ. അപ്പൊ ഞാൻ ഇവിടെ നടന്ന് 10 കിലോമീറ്റർ നടന്ന് ബീച്ചിന്റെ അവിടെ ആയിരിക്കും. നിങ്ങൾ അവിടെ വന്നോണോ? പോട്ടാ. അപ്പൊ ഞാൻ നടക്കട്ടാ. അവൻ പറഞ്ഞു കേട്ടല്ല, അവന് വെയിലൊന്നും കുഴപ്പമില്ലെന്ന്. അവന് തലയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. നമുക്ക് അവർക്ക് ചെല്ലാന്ന് നമ്മൾ പറഞ്ഞു. എനിക്ക് വന്നപ്പോ നമ്മൾ അവൻ്റെ അടുത്ത് ചെല്ലാന്ന് പറഞ്ഞല്ലേ. നമുക്ക് പതുക്കെ ഇതുവഴി അങ്ങ് വീടുകളിൽ പോകണമെങ്കിൽ നല്ലത്. അപ്പൊ ഇനി നടന്നാണ് ഇവിടെ നിന്ന് അതുവരെ വരാനുള്ളത്. എടാ അവൻ പോട്ടെ, അവൻ എല്ലായിടത്തും തല ഇറങ്ങി വീഴും. അല്ല പിന്നെ എന്ത് ചെയ്യാൻ പോണു? അല്ലെ നീ അവന്റെ വീട്ടിലെല്ലാം ഫോൺ ചെയ്ത് അറിയിപ്പില്ല. അല്ല, അവന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഗുളിയൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ നീ അവന്റെ അമ്മയുടെ അടുത്ത് ഫോൺ ചെയ്ത് പറ, ഇന്നതുപോലെയാണ് അവൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നടത്തേക്ക് ബീച്ചിലത്തേക്ക് നടന്നു പോയിരിക്കുകയാണ്. കാലിൽ ചെരുപ്പ് പോലും ഇല്ല, നമ്മൾ വിളിച്ചിട്ട് വന്നില്ല എന്ന് മാത്രം നീ അങ്ങ് പറഞ്ഞാൽ മതി.